everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് നാളത്തേക്കുള്ള അനലൈസിസ് ആണ്. നമ്മളിവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് അനലൈസിസ് എല്ലാം ലേണിംഗ് പർപ്പസ് ആണ്. സോ ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക. ഓക്കെ, സോ ഞാനുണ്ടല്ലോ ഇന്ന് ആക്ച്വലി വലിയ ടൈം ഫ്രെയിമിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഐ തിങ്ക് കാരണം എന്ന് വെച്ചാൽ സ്ട്രക്ചർ ഓവറോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇത്ര ഒരു വലിയ ഈ ഒരു ലെഗ് ഇത് കൊണ്ടോ ഈ ഒരു ലെഗിൻ്റെ അകത്താണ് കിടക്കുന്നതുള്ളൂ. സോ എ ബി സി നമ്മുടെ ടാർഗറ്റ് ഇവിടെ തന്നെയാണ്. സി ടാർഗറ്റ് ഇതിൻ്റെ അബവ് ആയിരിക്കും ടാർഗറ്റ്. സോ അതുവരെ സ്ട്രക്ചർ ഇപ്പോൾ ഇങ്ങനെ തന്നെ പോവുകയുള്ളൂ, റൈറ്റ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നെക്സ്റ്റ് എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളത്? ഓക്കെ, നമുക്ക് അതാണ് ഇനി മെയിനായിട്ട് ഇപ്പോൾ ഇനി ഉള്ളത്. ഇനി ഞാൻ സ്മോൾ ടൈം ഫ്രെയിമിൽ മാത്രമേ ഇനി ഡിസ്കസ് ചെയ്യുള്ളൂ. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മൾ ഇവിടെ നിന്നാണ് എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ചെയ്യാൻ ഐ തിങ്ക് 3 ദിവസം മുന്നേ എന്ത് എക്സ്പാൻഡ് ട്രയാങ്കിൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവിടുന്ന് ബോട്ടം ഔട്ട് ആവാറായപ്പോൾ 1 2 3 4 and 1 5 അതാണ് അതിൻ്റെ ഒരു മൂവ് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ ലാസ്റ്റ് മൂവ് കൂടി കിട്ടിയതായിരുന്നു. എക്സ്പാൻഡിങ് ട്രയാങ്കിളുടെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് കാണണം, അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, യെസ്, ഇതാണ് 1 to 2 ലൈൻ ഇത്. ആൻഡ് 1 to 2 ഏതാണ് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ ഇലിയറ്റ് വേവ് ഇമ്പൾസിൽ പോകാം. 1 2 3 4 5 ഇതായിരുന്നു. ഇവിടെ നിന്ന് നമ്മുടെ ബോട്ടം 2, ഇവിടെ ഒരു 1, ഇത് 2, ഇത് 3, ഇത് 4 ആൻഡ് ദെൻ 5 ഇന്നടിച്ചു, റൈറ്റ്. 5 അടിച്ചു. 5 എങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്? എപ്പോഴും 3 to 5 ഫിബൊനാച്ചി വെക്കുകയാണെങ്കിൽ ഇന്നലെ ഞാൻ വീഡിയോയിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്തായിരുന്നു. 127% ആണ് കറക്റ്റ്. ഇന്ന് അടിച്ച ഹൈ ആണ് 127%. ഇതിൻ്റെ എപ്പോഴും ടാർഗറ്റ് അങ്ങനെ തന്നെയാണ്. ഈ ഒരു ഫിഫ്ത്ത് വേവിൻ്റെ മിനിമം ടാർഗറ്റ് 127% ആയിരിക്കുള്ളൂ ഇതിൻ്റെ. അതാണ് ഇന്നലെ ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോ വേണ്ടി കാണണം. 23,050 ഞാൻ ഷെയർ ചെയ്തായിരുന്നു ഇതിൻ്റെ ലെവൽ. ഓക്കെ, ഇതാണ് എക്സാക്ട് അവിടെ അടിച്ചു. ആൻഡ് ദെൻ അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് മോർ ഫോൾ ആണ് ഇന്ന് വന്നേക്കുന്നത്. സോ പാറ്റേൺ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളത്. ഓക്കെ, പിന്നെ ഈ ഫിഫ്ത്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ശരിക്കും സഡൻ ഷാർപ്പ് ഡൗൺ ആൻഡ് ദെൻ അപ്പ് പോകേണ്ടതാണ്. അങ്ങനെയാണ് ഈ ഒരു എക്സ്പാൻഡ് ട്രയാങ്കിളുടെ ഒരു റൂളാണ്. ബട്ട് ഇന്ന് എന്തായി? ഇന്ന് ഭയങ്കര ശരിക്കും സ്ലോ മൂവ് ആണ് വരുന്നത്. നമ്മൾ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ. സോ ഞാനും ആക്ച്വലി കൺഫ്യൂസ് ആണ് ഉള്ള കാര്യം ഞാൻ പറയുള്ളൂ. കാരണം ഇത് ആക്ച്വലി എ ബി സി 3 സ്ട്രക്ചറിൽ താഴെ വരേണ്ടതാണ് ഇവിടെ നിന്ന്. എന്തെങ്കിലും ഷാർപ്പ് ഓഫ് സൈഡ് വരേണ്ടതാണ്. ബട്ട് ഇന്ന് ഇങ്ങനെ വന്നേക്കുന്ന 1 2 ഇത് കണ്ടോ 3 4 5 അങ്ങനെ ഒരു കൺഫ്യൂസിങ് സ്ട്രക്ചറാണ്. ഡയറക്റ്റ് ഇവിടെ വരേണ്ടതാണ്. സോ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫോൾ വന്നെങ്കിൽ എങ്ങനെ? ഈ ഒരു ഫോൾ കണ്ടോ? ഈ ഒരു ഫോൾ വന്നെങ്കിൽ എങ്ങനെ? അത് റെസ്പെക്ട് ചെയ്യുന്നത് 81.20% ആണ് റെസ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ, കണ്ടോ? സോ ഇതൊരു 1 വേവ് ആൻഡ് ദെൻ സെക്കൻഡ് വേവിൻ്റെ ഇതായിക്കൊണ്ടിരിക്കുന്നതാണ്. സെക്കൻഡ് വേവ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല, അതിൻ്റെ സ്ട്രക്ചറിലേക്കാണ്. സോ ഈ സെക്കൻഡ് വേവ് 1 to 3 മൂവ്സിലാണ് വരേണ്ടത്. ഓക്കെ, കൺഫ്യൂസ് ആവേണ്ട. നമുക്കത് വേണമെങ്കിൽ പിന്നെ ഡിസ്കസ് ചെയ്യാൻ എപ്പോഴെങ്കിലും. കൺഫ്യൂസ് ആവേണ്ട. എന്തായാലും ഞാനിപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് എന്താണ്, നമുക്ക് ഇൻ ഷോർട്ട് ഇപ്പോൾ ഞാനൊരു ഈ ഒരു ചാനൽ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോവാം. ഇതിങ്ങനത്തെ ഒരു ചാനൽ. ഓക്കെ, ഇത് ഞാനിപ്പോൾ ബ്ലാക്ക് ആക്കി മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു ആൻഡ് ദെൻ അത് മുകളിൽ വെക്കുന്നു. ഓക്കെ, അതിങ്ങനെ. ഓക്കെ, സോ ചേഞ്ചസ് ഒന്നുമില്ല, ഇത് ഇത്ര ഉള്ളൂ അതിൻ്റെ. സോ ഇതിൻ്റെ ചാനലിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നാളെ ഓപ്പണിംഗ് ഇതിൻ്റെ അകത്താണെങ്കിൽ വീണ്ടും റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് പോകുന്നിട്ട് പിന്നെ 22,800 ബിലോ പോയില്ലെങ്കിൽ ഇവിടുന്ന് വീണ്ടും ഒരു നല്ലൊരു ബൈങ് ജനറേറ്റ് ആവേണ്ടതാണ് മുകളിലേക്ക്. ഓർ നാളെ ഓപ്പണിംഗ് ഗ്യാപ്പ് സംതിങ് എങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇത് റെസ്പെക്ട് ചെയ്യണം. ഈ ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് കളറുടെ ചാനൽ റെസ്പെക്ട് ചെയ്ത് ഇവിടുന്ന് സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് കയറുവാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകേണ്ടതാണ്. ഓക്കെ, ഇത് ഓപ്പണിംഗ് ആണ് നാളത്തെ മോസ്റ്റ് എനിക്ക് പറയാനുള്ളൂ. ഓപ്പണിംഗ് ഫ്ലാറ്റ് ആണെങ്കിൽ, ഓപ്പണിംഗ് ഇതിൻ്റെ അകത്താണെങ്കിൽ പ്രൈസ് താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. സപ്പോർട്ട് എടുത്ത് ചിലപ്പോൾ പിന്നെ മുകളിലേക്ക് കയറും. ഇൻ കേസ് 22,800 ബ്രേക്ക് ആയാൽ, ഓക്കെ, 22,800 ബ്രേക്ക് ആയാൽ ദെൻ ഫോർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ചാനൽ, അപ്പോൾ ഈ ഒരു എക്സ്പാൻഡ് ട്രയാങ്കിൾ അപ്പോൾ ഇത് വേസ്റ്റ് ആയി എന്ന് പറയാം. ഓക്കെ, സോ മീൻസ് അവർ ഇതിൻ്റെ റെസ്പെക്ട് ചെയ്യുന്നില്ല. ഓർ ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ അത് ഗുഡാണ്, നല്ല ഒരു കാര്യം. 22,000 ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, താഴേക്ക് വരുന്നു, സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുവാണെങ്കിൽ അത് നല്ലൊരു ഗുഡാണ്. പിന്നെ അത് 1 2 3 4 5 മൂവ്സിലാണ് മുകളിലേക്ക് പോകുള്ളൂ. മനസ്സിലായോ? 5 മൂവിലേക്കാണ് സ്മോൾ ടൈം ഫ്രെയിം, 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 1 2 3 4 5 അങ്ങനെയാണ് മുകളിലേക്ക് നാളെ അത് പിന്നെ പോകുള്ളൂ. നാളെ ഫുൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആണ് എങ്ങനെയാണെന്ന് നമുക്കത് പറയാൻ ഇല്ല. ബട്ട് ഇപ്പോൾ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നിഫ്റ്റിയിൽ എനിക്ക് ഇത്ര പറയാനുള്ളൂ, കൂടുതൽ ഇപ്പോൾ ഇതിനകത്ത് പറയാനില്ല. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഞാൻ നോക്കുവാണെങ്കിൽ നിയറസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഇന്നൊരു ഡേ ആയി ആണ്.
ഓക്കെ, അതാണ് 23,050. നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. 1 2 3 5 ഞാൻ കൗണ്ട് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ചാർട്ടിലേക്ക് നിങ്ങൾ വെച്ചു. ഓക്കെ, ബാക്കി ഐ തിങ്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിൻ്റെ അകത്താണെങ്കിൽ പ്രീമിയം മീറ്റിംഗ് തന്നെ ആയിരിക്കുള്ളൂ. ഇവിടെ വന്നിട്ടാണ് സപ്പോർട്ട് എടുത്തിട്ട് കയറുവാണെങ്കിലാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രീമിയം ഇത് കിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഇതിൻ്റെ ചാനലിൻ്റെ ബ്രേക്ക് ഔട്ട് ആവണം. ഈ 5 minutes ടൈം ഫ്രെയിമിൽ ഈ ചാനൽ ബ്രേക്ക് ഔട്ട് ആയിട്ട് പ്രൈസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവണം. ഇൻ ഷോർട്ട് 22,950 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവണം. ഓക്കെ, ഇപ്പോൾ അത് റെസിസ്റ്റൻസ് ആണല്ലോ ഈ സമയത്ത്. അതല്ല, അല്ലെങ്കിൽ 22,800 സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറണം, അല്ലെങ്കിൽ 22,950 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയിട്ട് പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക് പോകണം. എന്നിട്ടാണ് നമുക്ക് എന്തെങ്കിലും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നിഫ്റ്റിയിൽ പറയാനുള്ളത്, ഇനി ബാങ്ക് നിഫ്റ്റി പോകാൻ നോക്കും. ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടോ, ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, കണ്ട സംഭവം ഒരു ബ്രേക്ക് ഡൗൺ കാലത്ത് ഒരു ബ്രേക്ക് ഡൗൺ ആക്കി എന്തെങ്കിലും സഡൻ അടിച്ച് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോയി. ഞാൻ അതല്ല പറഞ്ഞു, ഇതിൻ്റെ കൺസോളിഡേഷൻ ആണെങ്കിൽ അത് കുറച്ച് ബെറ്റർ. പക്ഷെ അവർ ഗ്യാപ് ഡൗൺ ആക്കി അവർക്ക് അറിയാമല്ലോ പ്രൈസ് നല്ല ചീപ്പ് റേറ്റിനാണ് തരുന്നത്. അതാണ് ആ ബാങ്ക് നിഫ്റ്റി കറക്റ്റ്. അതിൻ്റെ മുകളിൽ തന്നെയാണ് പ്രൈസ് ഉണ്ടാകുക, ഈ സ്ട്രക്ചറിൽ തന്നെയാണ് പ്രൈസ് ഉള്ളത്. എന്തായാലും അത് പോട്ടെ. ഇനി നെക്സ്റ്റ് എന്താണ് നമ്മുടെ ഡിസ്കഷൻ. ഇത് ഡിലീറ്റ് ചെയ്യുക. നമ്മുടെ ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ A, B and C. ഇത് സിയും ഇത് തന്നെയാണ്, ബാങ്ക് നിഫ്റ്റിയുടെ സിയും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ അബവാണ് സി ആവേണ്ടതാണ്. ഈ ഒരു ഹൈഡ് സി തന്നെയാണ് ഈ സ്ട്രക്ചർ. സി എന്തിനെന്ന് നമ്മുടെ വ്യൂവർ ടെൽമ ചെയ്യാൻ എൻ്റെ അടുത്ത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു. കമൻറ്റ് ചെയ്തിട്ട് പുള്ളി കഴിച്ച് ചോദിച്ചു എങ്ങനെയാണ് അത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ, എ ബി സി സ്ട്രക്ചർ ഇപ്പോൾ ഒരു കറക്ഷൻസിൽ വരുള്ളൂ. ഓക്കെ, കറക്ഷൻസ് വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് എന്താ ഉദ്ദേശം അത് അറിയാമോ. ഈ ഒരു ലെഗാണ്, ഇത് ഫുള്ളൊരു ലെഗാണ്. ഇവിടെ നിന്ന് ഇവിടെ വരെ ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇതൊരു ലെഗാണ്. ഓക്കെ, സോ ഈ ലെഗ് ലോ ആൻഡ് ഹൈ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈസ് താഴേക്ക് വരുന്നു. ആൻഡ് ഈ ലോ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറുന്നു. ഓക്കെ, അത് എവിടെ നിന്ന് കയറേണ്ടതാണ്? 101%, അറൗണ്ട് 101%. അതിന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. യെസ്, കണ്ടോ താഴെ പ്രൈസ് നോക്കിക്കോ. എവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യും? 101%, 127% വരെ പോയിട്ടില്ല, 101%. ഇവിടെ നിന്ന് പ്രൈസ് സപ്പോർട്ട് എടുത്ത് ഈ ആക്ച്വലി 100% ഇതിനകത്ത് ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഫിബൊനാച്ചിയിൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോഴേ നമുക്ക് കറക്ഷൻസിൻ്റെ ആ ഒരു കാര്യം മനസ്സിലാവുള്ളൂ. 101% ഇവിടെ നിന്ന് കണ്ട സപ്പോർട്ട് എടുത്തിട്ട് പ്രൈസ് മുകളിലേക്ക് കയറുന്നു. ഓക്കെ, സോ അതിനാണ് നമ്മൾ പറയണത്, എന്താ പറയണത്, ABC സ്ട്രക്ചർ ആൻഡ് കറക്ഷൻസിൻ്റെ ഇതായിരിക്കും. ABC എവിടെ? നമ്മുടെ ABC. ഇതിന് ഈ ഒരു ബോട്ടം, ഇത് A ആയിരിക്കും, ഇത് B ആയിരിക്കും. ഓക്കെ, ഇത് B ആയി 101%. ആൻഡ് C എപ്പോഴും Aയുടെ അബവ് ആയിരിക്കും. മോസ്റ്റ്ലി അങ്ങനെയാണ് നമ്മൾ കണ്ടേക്കുന്നത്. Aയുടെ അബവ് ആണ് യൂഷ്വലി C ആവാൻ. ഇവിടെയാണോ അവിടെയാണോ നമുക്കറിയില്ല. ബട്ട് യെസ്, ടാർഗറ്റ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഇതിൻ്റെ എക്സ്റ്റെൻഡ് ഫിബൊനാച്ചി എടുക്കുക. ഓക്കെ, A to B കൊണ്ടുപോകാൻ 127% ആണ് വരേണ്ടത് ഇൻ ഷോർട്ട്. സോ 127% ഓൾമോസ്റ്റ് ഇതിൻ്റെ ഈ എയുടെ അബവ് ആണ് വരുന്നത്. സോ 49,900 ഓർ 50,000 കോടി അത്ര ഏകദേശം അങ്ങനെയാണ് അതിൻ്റെ ടാർഗറ്റ് വരാറുള്ളൂ. എയുടെ അബവ് ആണ് മോസ്റ്റ്ലി വരുന്നത് ടാർഗറ്റ്. എയുടെ അബവ് അത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട്. ഓക്കെ, മനസ്സിലായി. അതാണ് ABC. ഐ തിങ്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ നിങ്ങൾ കൺഫ്യൂസ് ആക്കുന്നില്ല. ബട്ട് യെസ്, നമുക്ക് ഇനി സ്മോൾ ടൈം ഫ്രെയിമിൽ സ്ട്രക്ചറിൽ ഇതിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി ബാക്കിയുള്ള ലെവൽസ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് നമ്മുടെ സപ്പോർട്ട്. ഇത് ബ്രേക്ക് ആയാലാണ് ഫർദർ ഫോൾ കിട്ടുകയുള്ളൂ. ഇതാണ് നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇതിൻ്റെ അബവ്. പിന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതായിരിക്കും. ഓക്കെ, സ്ട്രക്ചർ കൗണ്ട് ചെയ്യാനാണെങ്കിൽ 1 2 3 4 5 ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 5 ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സ്മോൾ ടൈം ഫ്രെയിം ഫിഗർ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യും. 1 2 3 ഇത് 4, ഇത് ഫുൾ 4 കൗണ്ട് ചെയ്യുക. ആൻഡ് 5. ഓക്കെ, 5 ആണ് ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒരു സ്പൈക്ക് മുകളിലേക്ക് തന്നിട്ട് ചിലപ്പോൾ വീണ്ടും ചിലപ്പോൾ അവർ ട്രാപ്പ് ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് നോക്കാം. എന്തായാലും മുകളിലേക്ക് ഇവിടെ വരെ ലെവൽസ് ഇതിനകത്തുണ്ട്. 50,050 വരെ ലെവൽസ് ഇതിനകത്തുണ്ട്. ഈ മുകളിലത്തെ ഈ ഏരിയ വരെ ഉള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെയും സപ്പോർട്ടുണ്ട്. അതാണ് ഇത് കണ്ട, ഈ ഒരു ഏരിയ ഇത് കണ്ട, ഇത് സപ്പോർട്ടുണ്ട്. ഇതിന് താഴെ ഇവിടെയും സപ്പോർട്ടുണ്ട്. ഇനി ഈ സപ്പോർട്ട് 48,800 ഇൻ കേസ് നാളെ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഫർദർ വീക്ക്നെസ് തുടങ്ങും. അപ്പം ഓക്കെ, നമ്മൾ ഇതിനകത്ത് ട്രയാങ്കിൾ പാറ്റേൺ ഒന്നും ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് കാണുന്നില്ല.
എക്സ് മറ്റേ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഒന്നും കാണുന്നില്ല ഇപ്പോൾ ഈ സ്ട്രക്ചറിൽ. നാളെ ഇനി നോക്കൂ, ലൈവ് മാർക്കറ്റ് എന്തെങ്കിലും ഫോം ആവുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് വരച്ചാൽ മതി തിങ്ങിന്. ഓക്കെ, കാരണം വെച്ചാൽ 1 to 3 to 5 ആൻഡ് 4 to ഇവിടുത്തെ. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ അത് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇത് റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾ ഫോം ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇനി അതിനകത്ത് 5 മൂവ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇവിടുത്തെ ഇതിൻ്റെ അകത്തും മറ്റേ ഇതിൻ്റെ അകത്തും ഇനി മൂവ്സ് കിടക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോഴേ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. സോ ഇത്രയും ഇനി അപ്സൈഡ് ഇതിനകത്തുണ്ട്. പിന്നെ 5 മൂവ് നമുക്ക് ഇനിയും നോക്കാനാണെങ്കിൽ മീൻസ് 1 2 3 4 to 5 നമ്മൾ കറക്റ്റ് 5 മൂവ് നോക്കാനാണെങ്കിൽ ഇനി ബാലൻസ് ഉണ്ടോ ഇല്ല എന്ന് അത് നോക്കാനാണെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കുന്നത് അറിയാം. ഇതിങ്ങനെ ഫിബൊനാച്ചി മുകളിൽ താഴെ വെക്കുക. ആൻഡ് ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 127% കംപ്ലീറ്റ്, 168.20% ഓൾമോസ്റ്റ് കയ്യാറായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സോണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, തീരുന്ന ആ ഒരു സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അത് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഐ തിങ്ക് ട്രേഡ് ചെയ്യേണ്ടതെന്നാണ്. മുകളിലേക്ക് പോയിട്ട് പിന്നെ ഇവിടെ റിജക്ഷൻ തരുവാണെങ്കിൽ താഴേക്ക് പ്ലേ ചെയ്യാം. ബാങ്ക് നിഫ്റ്റി അങ്ങനെയാണ് സിറ്റുവേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ സെൻസെക്സിലേക്ക് വരിക. സെൻസെക്സിൽ ഇന്ന് ഇത് കണ്ടോ, ഗ്യാപ് ഡൗൺ ഓപ്പനിങ് ആൻഡ് ദെൻ കറക്റ്റ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് ആ ബൗൺസ് വന്നേക്കുന്നത്. എക്സാക്ട്ലി ഇതാണ് ഇനി സെൻസെക്സിലുണ്ടായത്. സോ സെൻസെക്സിലും അത് തന്നെയാണ് സ്ട്രക്ചർ. എല്ലാ മിക്ക ഇൻഡെക്സിലും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ABC കണ്ടോ, ABNC മുകളിലാണ് എപ്പോഴും നമ്മൾ ഇതാവേണ്ടത്. ലിക്വിഡിറ്റി സ്വീപ്പാണ് അതിൻ്റെ ഉദ്ദേശം. എന്താണെന്നറിയാമോ? ലിക്വിഡിറ്റി സ്വീപ്പാണ് അതിൻ്റെ. ദാറ്റ് മീൻസ് ഈ ലോവും ഇവിടെ എടുക്കും, ഈ ഒരു ഹൈ അതും എടുക്കും. അതാണ് ABCയുടെ ഉദ്ദേശം, മനസ്സിലായോ? അതാണ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശം. ഈ ഒരു സ്ട്രക്ചർ ഫുൾ ഇവർ എടുക്കും, ഈ ഫുൾ സ്ട്രക്ചർ അതിൻ്റെ ഇതിൻ്റെ ലോവും ബ്രേക്ക് ചെയ്യും. C ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ B ഇതിൻ്റെ ലോ ആൻഡ് C ഇതിൻ്റെ ഹൈ എടുക്കും. അതാണ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമ്മുടെ ഇതിൻ്റെ സപ്പോർട്ട് ഇതിൻ്റെ ബിലോ ഫർദർ ഫോൾ 75,550 ബിലോ ആണ് ഫർദർ ഫോൾ ഉള്ളൂ. ഓക്കെ, റെസിസ്റ്റൻസ് ഇനി വരുന്നത് നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇത് OB ഉണ്ട്, ഓർഡർ ബ്ലോക്ക് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് 76,300 ആൻഡ് ഇതൊരു ഇതിൻ്റെ അകത്തൊക്കെ ടൈം പാസ് ആയിരിക്കുള്ളൂ. ഇനി സ്ട്രക്ചർ നമ്മൾ കൗണ്ട് ചെയ്ത് സ്മോൾ ടൈം ഫ്രെയിം 1 2 3 4 ആൻഡ് 5 കംപ്ലീറ്റ് ആയി. ട്രയാങ്കിൾ ഉണ്ടോയെന്ന് നോക്കുകയാണെങ്കിൽ യെസ്, ഇതൊരു എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ആണ് ഇതിനകത്തും ഉള്ളത്. ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഡിങ് ട്രയാങ്കിൾ. ഓക്കെ, ആണ് എക്സ്പാൻഡിങ് ട്രയാങ്കിൾ തന്നെയാണ് സെൻസെക്സിൻ്റെ. ബട്ട് താഴേക്ക് വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഞാൻ ഇപ്പോൾ തന്ന നിങ്ങളുടെ കൂടെ ഈ ഷെയർ ചെയ്ത ഈ ഇതിൻ്റെ ഇത് റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് താഴ്ന്ന ബൈ ഇന്നെ ജനറേറ്റ് ആവുള്ളൂ. ഇതിനകത്ത് സെൻസെക്സ് ബിയറിഷ് ആവേണ്ടത് എപ്പോഴാണ്? ഈ ഒരു ലോ ബ്രേക്ക് ആയത് 55,500. ഓക്കെ, അത് ബ്രേക്ക് ആയാൽ ദെൻ മീൻസ് അപ്പോൾ ബിയറിഷ്നെസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതിനൊന്നും റെസ്പെക്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? പ്രൈസ് താഴേക്ക് കൊണ്ടുപോയി ഇതുപോലെ ഒരു പിൻബാർ ഫോം ചെയ്യും. ഓക്കെ, താഴെ കൊണ്ടൊരു 15 മിനിറ്റ്സിൽ 30 മിനിറ്റ്സിൽ പിൻബാർ ഫോം ചെയ്തിട്ട് പിന്നെ മുകളിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ട്രാപ്പ് അങ്ങനെയാണ് നടക്കുന്നത് മാറ്റി വെച്ചിട്ട്. ഓക്കെ, അത്ര ഉള്ളൂ ഇനി പറയാനുള്ളത്. വേറൊന്നുമില്ല. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.